വർക്കിംഗ് ഡേ ആയാലും ഹോളിഡേ ആയാലും ദുരന്തറിന്റെ ഗ്രാഫ് മുകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് ഡേയ്സിൽ പോലും ലാസ്റ്റ് 1 അവറിലൊക്കെ 20-25,000 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെടുന്നത് എന്നതും കൂടി ഓർക്കുമ്പോൾ ദുരന്തർ 2 ലക്ഷ്യം വെക്കുന്നത് 2,000 കോടി ക്ലബിലേക്കാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വലിയൊരു റൈസ് തന്നെയാണ് ദുരന്തർ നടത്തുന്നത്. ഓർക്കുക, GCC കൺട്രീസ് ഇല്ല. GCC കൺട്രീസ് പോലും ഇല്ലാതെയാണ് ദുരന്തറിന്റെ ഈ തേരോട്ടം എന്നതും കൂടി എടുത്തു പറയണം. 12 ദിവസം കൊണ്ട് ഏകദേശം 1,400 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ് തുക മാത്രമായിട്ട് 872 കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അത് 4th ഹയസ്റ്റ് ഗ്രോസിംഗ് ഇന്ത്യൻ ഫിലിം ഗ്ലോബലി ആണ്. RRRന്റെയും KGF2ൻ്റെയും ഒക്കെ റെക്കോർഡ് പൊട്ടിച്ച് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു തേരോട്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓവർസീസ് കളക്ഷനിൽ നിന്നും മാത്രം ഏകദേശം 350 കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് 12 ദിവസങ്ങൾ കഴിയുമ്പോഴെന്നതും കൂടി ഓർക്കുക. പക്ഷേ സൺഡേയിൽ നിന്നും മൺഡേയിലേക്ക് വരുമ്പോഴേക്കും ഒരു 62.8% ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. സ്വാഭാവികമാണ്, വർക്കിംഗ് ഡേയിലേക്ക് കിടക്കുമ്പോഴേക്കും ഒരു മാറ്റം ഉണ്ടാകും. പക്ഷേ വർക്കിംഗ് ഡേയ്സിൽ അതിൻ്റേതായ ഒരു വേം ഉണ്ടാവും, ഒരു പാറ്റേൺ ഉണ്ടാവും. പാറ്റേൺ കൃത്യമായിട്ട് തന്നെ ദുരന്തർ ഫോളോ ചെയ്യുന്നുണ്ട്. ദുരന്തറിന് തിയേറ്ററിലേക്ക് വർക്കിംഗ് ഡേയ്സിൽ പോലും ആളെ കയറ്റാൻ കഴിയുന്നുണ്ട് എന്നതും കൂടി എടുത്ത് പറയണം. ഹൗസ്ഫുൾ ഷോസ് ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 60-65% സീറ്റ്സ് ഫില്ല് ചെയ്യാൻ വർക്കിംഗ് ഡേയ്സിൽ ദുരന്തറിന് കഴിയുന്നുണ്ട്. വിച്ച് ഇസ് കീപ്പിംഗ് ഇറ്റ് ക്ലോസർ ടു 2,000 crore ക്ലബ്ബ്. വരുന്ന ശനിയും ഞായറും ഒക്കെ അതിന് വളരെയധികം വൈറ്റൽ ആകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ റണ്ണ് എത്ര നാൾ പോകുമെന്നതും വളരെ നിർണായകമായൊരു ചോദ്യവും കൂടിയാണ്. ആ റണ്ണ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ദുരന്തറിന് കഴിയുകയാണെങ്കിൽ ഓഫ്കോഴ്സ് പല സിനിമകളും മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ പ്രിയദർശൻ സംവിധാനം ചെയ്ത അക്ഷയ് കുമാർ നായകനായി എത്തുന്ന ഭൂത് ബംഗ്ല എന്ന സിനിമ ഏപ്രിൽ 10 റിലീസിന് എത്തേണ്ടിയിരുന്നതാണ്. പക്ഷേ ദുരന്തറുമായിട്ടുള്ള ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ചയും കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ 17 ചിത്രം ഒഫീഷ്യലി പുഷ് ചെയ്തിരിക്കുന്നു എന്നതും കൂടി പറയാൻ. തുടക്കത്തിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഭൂത് ബംഗ്ല ഏപ്രിൽ 10 റിലീസ് ചെയ്യുമെന്ന കാര്യം വന്നപ്പോൾ പ്രിയദർശനും അക്ഷയ് കുമാറും പറഞ്ഞിരുന്നത് ദുരന്തർ റിലീസ് ചെയ്ത് മാർച്ച് 19 അവിടെ നിന്ന് ഏകദേശം 3 ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഭൂത് ബംഗ്ല വരുന്നത്. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടാക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ ദുരന്തറിൻ്റെ ഈ റണ്ണ് ഭൂത് ബംഗ്ലയ്ക്ക് ചെറിയ ടെൻഷനല്ല ഉണ്ടാക്കുന്നത്. 3 ആഴ്ച കഴിഞ്ഞിട്ട് പോലും സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് ടെൻഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവർ പുഷ് ചെയ്ത് 4ാമത്തെ ആഴ്ചയിലേക്ക് ഏപ്രിൽ 17 കൃത്യമായി ഏകദേശം 1 മാസം ദുരന്തർ തിയേറ്ററിൽ ഓടിയതിന് ശേഷം മാത്രം ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. ഭൂത് ബംഗ്ല എന്ന് പറയുന്നത് തന്നെ പ്രിയദർശൻ അക്ഷയ് കുമാർ കോമ്പിനേഷന് തന്നെ ഒരു വലിയ ഫാൻ ബേസ് ബോളിവുഡിലുണ്ട്. കൂട്ടത്തിൽ ഒരു ഹൊറർ കോമഡി ജോണറിലെ സിനിമ എത്തുകയാണ്. പ്രിയദർശൻ അക്ഷയ് കുമാർ കോമ്പിനേഷൻ ഇസ് ദ ബെസ്റ്റ്. അങ്ങനെ വന്നിട്ട് പോലും ദുരന്തർ എന്ന് പറയുന്ന ഒരു സിനിമയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ റിലീസ് ഒഫീഷ്യലി ഒരാഴ്ചത്തേക്ക് മാറ്റി നിർത്തുന്നത് ചെറിയ കാര്യമായിട്ടേ കാണാൻ കഴിയില്ല. റയൻ ഗോസ്ലിങ്ങിൻ്റെ ചിത്രമായ പ്രോജക്റ്റ് ഹെയിൽ മേരിയും ഈ സിനിമയ്ക്ക് റിലീസ് മാറ്റിവെച്ചതിലൊരു കാരണമാണ്. ഹെയിൽ മേരിക്കും ഭയങ്കരമായ ആളുകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. സോ ഈ 2 സിനിമകളുടെയും കളക്ഷൻസ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്ക്രീൻസ് സ്പ്ലിറ്റ് ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു തീരുമാനം അവരും എത്തുന്നത്. പക്ഷേ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദുരന്തർ തന്നെയാണ്. പ്രോജക്റ്റ് ഹെയിൽ മേരി കാരണമല്ലെന്നല്ല, പക്ഷേ ദുരന്തറാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് കൂടി സൂചിപ്പിക്കേണ്ടത്. നോക്കുക, 12 ദിവസം കൊണ്ട് 1,400 കോടി എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒരു 600 കോടിയും കൂടി എത്തിച്ചു കഴിഞ്ഞാൽ ദുരന്തറിന് 2,000 കോടി ക്ലബിലേക്ക് എത്താൻ കഴിയുമെന്നത് ചെറിയ നേട്ടമല്ല. ഒരുപക്ഷെ ആദ്യത്തെ തേർന്ന് ചിന്തിക്കുന്നത് 2,000 കോടി എന്ന മൈൽ സ്റ്റോൺ ടച്ച് ചെയ്യുക എന്നത് തന്നെയായിരിക്കും. അതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ രൺവീർ സിംഗ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ നിർണായകമായിരിക്കും. പ്രത്യേകിച്ച് ഡോൺ 3യുമായി ബന്ധപ്പെട്ട് കൂടി കൂട്ടി വായിക്കുമ്പോഴേക്കും. എന്തായാലും കളക്ഷൻ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദ്യ ഭാഗം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതീക്ഷയാണ് 2ാം ഭാഗത്തിന് ഇങ്ങനെ ഒരു തേരോട്ടം ഉണ്ടാകുമെന്ന്. അത് കൃത്യമായി വിചാരിക്കുന്ന രീതിയിൽ, അനലിസ്റ്റുകൾ പ്ലാൻ ചെയ്ത രീതിയിൽ, കൃത്യമായ രീതിയിൽ തന്നെയാണ് സിനിമ പിച്ച് ചെയ്തിരിക്കുന്നതും. അതനുസരിച്ച് പല സിനിമകളും റിലീസ് മാറ്റിവെക്കുന്നു ദുരന്തറിനൊരു ഫ്രീ റൺ കിട്ടാനും വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ക്ലാഷ് വെച്ച് തങ്ങളുടെ സിനിമയ്ക്ക് അത് പ്രശ്നമാകേണ്ട, ബുദ്ധിമുട്ടാകേണ്ട എന്ന രീതിയിൽ തന്നെയാണ് മറ്റ് സിനിമകളുടെ നിർമ്മാതാക്കളും സംവിധായകരും നായകന്മാരും രംഗത്തെത്തി സിനിമകൾ മാറ്റിവെക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.